നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 27 ശ്ലോകം 6 വായിച്ചു. ശുബ്ദാദ്രോ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദോ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വിദിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപൃഷ്ഠാം. ക്ഷുഭിതജലോദരേ ദുഗ്ധാബ്ദോ, ദ്രാവക രൂപത്തിലുള്ള പാലാഴിയുടെ ഉൾഭാഗം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തദാനീം ക്ഷുബ്ദാദ്രോ ഗുരുതര ഭാരത നിമഗ്നെ, അതിനാൽ കടകോലായ മന്ദരപർവ്വതം അതിൻ്റെ അമിതഭാരത്താൽ താഴ്ന്നുപോയപ്പോൾ ദേവേഷു വൃഥിതമേതമേഷു, ദേവന്മാർ വളരെയധികം ദുഃഖിച്ച സമയത്ത് തത്പ്രിയേഷീനും കഠോരപൃഷ്ഠാം കമഠതനും പ്രാണേഷു, ദേവന്മാരുടെ പ്രീതിക്കായി അങ്ങ് ഉറപ്പുള്ള പൃഷ്ഠഭാഗത്തോടു കൂടിയ കൂർമ്മത്തിൻ്റെ ആമയുടെ ശരീരത്തെ സ്വീകരിച്ചു. ഭഗവാന്റെ കൂർമാവതാര സന്ദർഭമാണ് ഈ ശ്ലോകത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാൽക്കടലാണല്ലോ, അതിങ്ങനെ കടയാൻ തുടങ്ങിയ സമയത്ത് വളരെ അധികം ഇളകാൻ തുടങ്ങി, ഇളകി മറിയാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഘട്ടത്തിൽ മന്ദരപർവ്വതം, കടകോലാണല്ലോ, അതങ്ങനെ തന്നെ താഴ്ന്നു പോയി അതിൻ്റെ ഭാരം കൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കടകോലില്ലെങ്കിൽ പിന്നെ മഥനം നടക്കില്ല. എന്താ വേണ്ടതെന്നുള്ള ദേവന്മാർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു. ഉടനെ ഒരു പുതിയൊരു അവതാരം സ്വീകരിച്ചു. വളരെയധികം ഉറപ്പുള്ള പുറന്തോടോടുകൂടിയ ആമയുടെ രൂപത്തെയാണ് ഭഗവാൻ സ്വീകരിച്ചത്. മത്സ്യകൂർമ്മോ വരാഹോ എന്നുള്ളതനുസരിച്ച് ആ അവതാരം, കൂർമാവതാരം ഭഗവാൻ ഇവിടെ സ്വീകരിച്ചു എന്നാണ് അടുത്ത് വായിച്ചത്. ശ്ലോകം 7. വജ്രാതി സ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വഷ്മണാത്വം നിർമ്മഗ്നം ക്ഷിതിധരനാദമുന്നിനേധ. വിഷ്ണുത്വം വജ്രാതിസ്ഥിരതര കർപ്പരേണ വിസ്തരാത് പരിഗത ലക്ഷയോജനേന. മഹാവിഷ്ണു അങ്ങ് വജ്രത്തേക്കാൾ കാഠിന്യമേറിയ പുറന്തോടു കൂടിയതും 1,000 യോജന വിസ്താരമുള്ളതും അംബോധേ കുഹരഗതേന ഭഷ്മ, സമുദ്രത്തിൻ്റെ അഗാധതയിലെത്തിയതുമായ ശരീരത്താൽ നിർമ്മഗ്നം ക്ഷിതിധരനാദം ഉന്നിനേധ, താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ മേൽപോട്ടേക്ക് ഉയർത്തി. ഇവിടെ കൂർമാവതാര മൂർത്തിയുടെ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. വജ്രത്തേക്കാൾ കാഠിന്യമേറിയ പുറന്തോടാണല്ലോ, അമ്മയുടെ പുറന്തോടൊക്കെ വളരെ കട്ടി കൂടിയതും ഘനമുള്ളതുമാണ്. വജ്രത്തേക്കാൾ കാഠിന്യം എന്നാണ് പറയുന്നത്. 1,000 യോജന വിസ്താരമുള്ളതും, ഒരു ചെറിയ ആമയൊന്നുമല്ല, വളരെ വിസ്താരത്തിലുള്ള ശരീരത്തോടു കൂടിയ ആമയാണ്. ആ ആമയുടെ രൂപത്തിൽ ആ താഴെ കടലിൻ്റെ അടിയിലെത്തിയിട്ട്, അവിടെ ഇപ്പോൾ മന്ദരപർവ്വതം ഇങ്ങനെ താഴ്ന്ന് ആ സമുദ്രത്തിൻ്റെ അഗാധതയിലെത്തിയിരിക്കുകയാണ്. ഉടനെ ഭഗവാൻ ആ കൂർമാവതാരം സ്വീകരിച്ച് ആ വീണ് താഴ്ന്നു കിടക്കുന്ന മന്ദരപർവ്വതത്തിൻ്റെ അടിയിലേക്ക് പ്രവേശിച്ചു. കടലിൻ്റെ അടിയിലെത്തി എന്നർത്ഥം. എന്നിട്ട് തൻ്റെ ഈ കാഠിന്യമേറിയ ആ പുറന്തോടിൻ്റെ മുകളിൽ മന്ദരപർവ്വതത്തെ വെച്ചു. എന്നിട്ട് മെല്ലെ മേൽപോട്ടേക്ക് ഉയർന്നു. എന്നിട്ട് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതാണ്. ഈ കൂർമാവതാരത്തെപ്പറ്റി വളരെ വിശദമായ കാര്യങ്ങളൊന്നും പുരാണത്തിൽ പറയുന്നില്ല. പക്ഷേ ആ അവതാരത്തിന് വളരെയധികം പ്രാധാന്യം തന്ത്രശാസ്ത്രത്തിലും അതുപോലുള്ള പ്രധാന ശാസ്ത്രങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ദീപസ്തംഭത്തെയാണ്. ആ ദീപസ്തംഭത്തെ ഉറപ്പിച്ചിരിക്കുന്നത് ആമയുടെ പുറത്താണ്, രാമയുടെ രൂപം കൊത്തിയതിൻ്റെ പുറത്താണ്. അതെന്തിനാണ് എന്നുള്ളത് അതിൻ്റെ തത്വം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തന്മാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ആമയ്ക്കുള്ളൊരു പ്രത്യേകത, അതിൻ്റെ 4 കാലുകളും
അതിൻ്റെ തലയും പുറം ഭാഗത്ത് കാണാം. അതിങ്ങനെ കടന്നു പോകുമ്പോൾ 4 കാലുകളും ഈ തലഭാഗവും കാണാം. പക്ഷേ ശത്രുക്കളെങ്ങാനും വരുന്നു എന്ന് കണ്ടാൽ ഉടനെ ആ നിമിഷം തത്സമയം ഈ തൻ്റെ 5 അവയവങ്ങളെയും ഒരൊറ്റ ശ്വാസത്തിൽ ഉള്ളിലോട്ട് വലിക്കും. പിന്നെ അവിടെ വെറും പുറന്തോട് മാത്രമേ കാണൂ. ആ പുറന്തോടാണെങ്കിൽ ഒരു ജീവിക്ക് കടിച്ചാൽ പൊട്ടാത്തതുമാണ്. അങ്ങനെയാണ് കൂർമ്മത്തിൻ്റെ ജീവിതം രക്ഷപ്പെട്ടു പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരേ സമയത്ത് ഈ 5 അവയവങ്ങളെയും പിൻവലിക്കാനൊരു കഴിവ് ആമയ്ക്കുള്ളതുപോലെ മനുഷ്യർക്കുമുണ്ട്. മനുഷ്യരുടെ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് തുടങ്ങിയ ഈ 5 ഇന്ദ്രിയങ്ങൾ ആണ് പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ അടുത്തെത്തിയാൽ അവിടെ കാണുന്ന ആമ എന്ന ആ രൂപം നമുക്ക് നൽകുന്ന സൂചന, ഇനി നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം, ഉള്ളോട്ട് വലിക്കണം, എന്നിട്ട് വേണം ഭഗവത് ദർശനം നടത്താൻ എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. അടുത്തത് ശ്ലോകം 8. ഉന്മഗ്നേ ജഡിതി തദാദരാദരേന്ദ്രേ നിർമ്മേദോ ദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യ ഹൃദയഗണേ സർപ്പരാജേ വൈവശ്യം പരിശമയന്നവിവൃതസ്ഥാൻ. തഥാ ധരാധരേന്ദ്രേ ജഡതി ഉന്മഗ്നേ. മന്ദരപർവ്വതം പെട്ടെന്ന് പൊങ്ങി വന്ന സമയത്ത് ഇഹ സർവേ സമ്മതേന ദൃഢം നിർമ്മേധു. അവിടെ ഉണ്ടായിരുന്ന ദേവാസുരന്മാർ ആഹ്ലാദത്തോടെയും വളരെ ശക്തിയോടെയും കടയുവാൻ തുടങ്ങി. ദ്വിതീയ ഗണേ സർപ്പരാജേ ആവിശ്യ വൈവശ്യം പരിശമയൻ താൻ അവിവൃഥ. അങ്ങ് ദേവാസുരന്മാരിലും വാസുകിയിലും സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ച് അവരെ ക്ഷീണമില്ലാതാക്കി അവരിൽ ശക്തിയെയും ഉന്മേഷത്തെയും വർദ്ധിപ്പിച്ചു. അപ്പോൾ മന്ദരപർവ്വതം ഇങ്ങനെ താണപർവ്വതം ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുക എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ അതിനെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ദേവന്മാർക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ടായി. അവിടെ വാസുകിയുടെ ക്ഷീണമൊക്കെ തീർന്നു. ദേവന്മാരുടെ ആ ഒരു വിഷമസന്ധി അവരെ കരകയറ്റി. അങ്ങനെ എല്ലാവർക്കും ഒരു ഉന്മേഷം ആ കൂർമാവതാരത്തോടു കൂടി ഭഗവാൻ നൽകി എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ശ്ലോകം 9. ഉദ്ദാമ ഭ്രമണജവോ നമദ്ഗിരീന്ദ്ര നിസ്തേഗസ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരീശാദയ പ്രമോദ ഉദ്ഭ്രാന്താനുരൂപാതപുഷ്പവർഷാഃ. ഉദ്ദാമഭ്രമണ ജവോന്നദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരരഹസപങ്കജാം ത്വാം. ശക്തിയോടുകൂടി തിരിയുന്നതിനാൽ മന്ദരപർവ്വതം ഉയർന്നു വരുന്നത് കണ്ട് അതിന്മേലൊരു തൃക്കൈ വെച്ച് നിൽക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയെ അഭ്രാന്തേ വിധിഗിരീഷാദയ ആകാശത്തിൻ്റെ മേൽഭാഗത്ത് വെച്ച് ബ്രഹ്മദേവൻ, പരമേശ്വരൻ തുടങ്ങിയ ദേവന്മാർ പ്രമോദാത് ഉദ്ഭ്രാന്താഹ ഉപാത്ത പുഷ്പവർഷാനുനുവോ അത്യന്തം സന്തോഷത്താൽ പുഷ്പവൃഷ്ടി നടത്തി സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ ഒരു ശരിയായ ഒരു ധ്യാനരൂപം തെളിഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. ആ മന്ദരപർവ്വതം അങ്ങടെ ഉയർത്തിയ സമയത്ത് കൂർമ്മ രൂപത്തിൽ വന്ന ആ ഘട്ടത്തിൽ ഒരു പ്രത്യേക ധ്യാന രൂപമുണ്ടായി എന്നാണ്. മഹാവിഷ്ണുവിൻ്റെ അപൂർവമായ ധ്യാനരൂപത്തെയാണ് ഭട്ടതിരിപ്പാട് അക്ഷരങ്ങളിലൂടെ ഈ ശ്ലോകത്തിൽ വരച്ചു കാണിക്കുന്നത്. പാലാഴി മഥനം വളരെ വേഗത്തിൽ നടക്കുമ്പോൾ അതിവേഗത്തിലുള്ള തിരിയൽ കാരണം മന്ദരപർവ്വതം മേൽപോട്ട് പൊന്തി വരുന്നത് കണ്ട് മഹാവിഷ്ണു നിയന്ത്രിക്കാനായി തൻ്റെ തൃക്കൈ മന്ദരപർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് നിന്നു. ഇത് അത്യപൂർവമായ ഭഗവാന്റെ രൂപം കണ്ട് ആകാശത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് ബ്രഹ്മാവ്, ശിവൻ, മറ്റു ദേവന്മാർ ഭഗവാൻ ആഹ്ലാദത്തോടുകൂടി പുഷ്പവൃഷ്ടി ചെയ്തു. അപ്പോൾ മന്ദരപർവ്വതത്തെ പഴയ അവസ്ഥയിലാക്കിയതിന് ശേഷം കടയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പർവ്വതം പിന്നെ മേലോട്ട് ഇങ്ങനെ ഉയരാൻ തുടങ്ങി. അങ്ങനെ മേലോട്ട് ഉയർന്നാലും ശരിയാവില്ലല്ലോ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൻ്റെ തൃക്കൈ മന്ദരപർവ്വതത്തിൻ്റെ ആ തലഭാഗത്ത് അങ്ങോട്ട് വെച്ചു. അപ്പോൾ അവിടെ നിന്ന് നിയന്ത്രിച്ചു എന്നർത്ഥം. പൊങ്ങാതിരിക്കാൻ തൻ്റെ കൈ കൊണ്ടൊന്ന് അമർത്തി. ഇങ്ങനെ ഒരു ഭാവത്തിൽ ഭഗവാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാർ
അത്ഭുതത്തോടുകൂടി ഭഗവാന്റെ സ്വരൂപത്തെ നോക്കി പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്തത് ശ്ലോകം 10. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാത്തേ കാരുണ്യാ തവ കില ദേവവാരിവാഹ പ്രാവശ്യന്നമരഗണാന്ന ദൈത്യസംഘാൻ. ദൈത്യൂഹേ ഭുജക മുഖാനിലേന തപ്തേ, വാസുകിയുടെ വായിൽ നിന്ന് വരുന്ന വിഷക്കാറ്റേറ്റ് ചുട്ടുനീര് വിഷമിക്കുമ്പോൾ തേനേവ ത്രിദശകുലേ അഭി കിഞ്ചിത് ആർത്തെ, അതേ വിഷക്കാറ്റേറ്റ് ദേവന്മാർ അസ്വസ്ഥരായപ്പോൾ ദേവാ തവ കാരുണ്യാത്കില, ഭഗവാനെ അങ്ങയുടെ കാരുണ്യത്താൽ മാത്രം വാരിവാഹ അമരഗണാൻ പ്രാവർഷൻ, മേഘങ്ങൾ ദേവന്മാർക്കായി വർഷിച്ചു, ദൈത്യസംഘാൻ അസുരന്മാർക്ക് മഴ ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. വാസുകിയുടെ വായിൽ നിന്ന് വന്ന വിഷത്തിൻ്റെ കാറ്റ് തട്ടി അസുരന്മാർ ചുട്ടുനേറി, അവരെ തലഭാഗം പിടിച്ചുകൊണ്ടുണ്ടായ ദുര്യോഗമാണ് അവർ അനുഭവിക്കുന്നത്. അവരെ ചുട്ടുനേറൽ തുടങ്ങി. ദേവന്മാരെയും ആ വിഷക്കാറ്റ് അല്പം അസ്വസ്ഥമാക്കി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാരുണ്യത്താൽ ദേവന്മാർക്കായി മാത്രം മേഘങ്ങൾ വർഷിച്ചു. ഒരു പക്ഷപാതം കാണിച്ചു എന്നാണ് പറയുന്നത്. ദേവന്മാർക്ക് മാത്രം ഒരു കുളിർമഴ പെയ്ത് അവരെ സമാധാനിപ്പിച്ചു. അസുരന്മാർ വിഷക്കാറ്റേറ്റിങ്ങനെ പിടയാൻ തുടങ്ങി. അസുരന്മാരുടെ ഭാഗത്തേക്ക് മഴ പെയ്തില്ല. അസുരന്മാരുടെ പരമലക്ഷ്യം അമൃത് തട്ടിയെടുത്ത് ദേവന്മാരെ ആജീവനാന്തം വൃദ്ധന്മാരാക്കുക എന്നതാണ്. ഇവർ ഈ സഹകരണമൊക്കെ കൊടുത്തതെന്താ വെച്ചാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരും കൂട്ടിയിട്ട് ഈ പാലാഴിമതം കഴിഞ്ഞ് അമൃത് അവർ കൊണ്ടുപോയി ഇങ്ങനെ നോക്കി നിൽക്കാൻ അത്രമാത്രം വിഡ്ഢികളൊന്നുമല്ല ഞങ്ങൾ. ഈ പാലാഴിമതം കഴിഞ്ഞാൽ അമൃതാണല്ലോ വരുന്നത്. ആ അമൃത് ഞങ്ങൾക്കും ഭക്ഷിക്കാമല്ലോ, അവരെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് നമുക്ക് ഭക്ഷിക്കാം. അപ്പോൾ ആ ഒരു ദുഷ്ടലാക്കും കൂടി അസുരന്മാർക്ക് ഈ സഹകരണത്തിൽ അവർ കാണിക്കാൻ വെമ്പർ കാണിച്ച് അതുകൊണ്ടാണ് എന്നുകൂടി ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ശിക്ഷ ഇവിടെ കൊടുക്കുകയാണ് ഭഗവാൻ. അടുത്തത് ശ്ലോകം 11. ശ്ലോകം 11. ഉദ്ഭ്രാമ്യൻ ബഹുതിമീനക്രചക്രവാളേ തത്രാബ്ദോ ചിരമതിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ സംരാജൻ പവനപുരേ ശാപാഹി രോഗാത്. ഉദ്ഭ്രാമാമർബഹുമിദിന നക്രചക്രവാളേ തത്ര അബ്ധൗ ചിരമധിതേ അഭിനിർവികാരേ. ധാരാളം തിമിംഗലങ്ങളും മുതലകളും മദന സമയത്ത് വിരണ്ടോടിക്കൊണ്ടിരിക്കുന്ന പാലാഴിയെ വളരെ നേരം കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ലെന്ന് കണ്ടപ്പോൾ ഏകഹ കരയുഗ കൃഷ്ടസർപ്പരാജ സംരാജത്വം, അങ്ങ് ഒറ്റയ്ക്ക് രണ്ട് കൈകളെ കൊണ്ടും വാസുകിയെ വലിച്ച് കടഞ്ഞുകൊണ്ട് പ്രശോഭിക്കുന്ന പവനപുരേശ രോഗാത് പാഹി, ഗുരുവായൂരപ്പ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഈ കടലിൽ അടിയിൽ എന്തൊക്കെയുള്ളത്? ധാരാളം ഉഗ്ര തിമിംഗലങ്ങളും മുതലകളും അതൊക്കെയുണ്ട്. അപ്പോൾ ഈ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരണ്ടോടിക്കൊണ്ടിരിക്കുന്നു. കുറേ സമയം ആ കടഞ്ഞിട്ടും ഫലമൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അമൃതം വരേണ്ടതായ ലക്ഷണമോ ഒന്നും കാണാനില്ല. അപ്പോൾ ഈ സമയത്ത് ഭഗവാൻ ഇടപെട്ടു എന്നാണ് പറയുന്നത്. ദേവന്മാരും അസുരന്മാരും കൂടി എത്ര കടഞ്ഞാലും അമൃതം കിട്ടാൻ വിഷമമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു അറിയോ? തൻ്റെ രണ്ട് കൈകളെ കൊണ്ട് വാസുകിയെ വലിച്ച് കടയാൻ തുടങ്ങി. അതുവരെ വാസുകിയുടെ വാലും തലയും വരെ പിടിച്ച് കടയായിരുന്നു. അവർ രണ്ട് ഭാഗക്കാരെ ഒഴിവാക്കി. പിന്നെ ഭഗവാൻ സ്വയം തന്നെ ഒരു കൈ കൊണ്ട് വാസുകിയുടെ തലഭാഗത്തെയും മറുകൈ കൊണ്ട് വാലും പിടിച്ചുകൊണ്ട് ഭഗവാൻ കടയാൻ തുടങ്ങിയതാണ്. ഒരു അത്ഭുതമായൊരു കാര്യമാണ്. മഹാവിഷ്ണു പാലാഴി മഥനം നടത്തുമ്പോൾ ഉഗ്ര തേജസ്വിയായി മാറി. ആ സമയത്തൊരു പ്രത്യേക ചൈതന്യം ഭഗവാനിലുണ്ടായി എന്നാണ് പറയുന്നത്. ആ രൂപത്തെ സ്മരിച്ച് പട്ടതിരിപ്പാട് തന്നെ രോഗത്തിൽ രക്ഷിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാരണം വാതരോഗം കൊണ്ട് കഠിനമായ വേദന അനുഭവിക്കുന്ന പട്ടതിരിപ്പാട് ഭഗവാന്റെ ഓരോ അത്ഭുത രൂപം കാണുമ്പോഴും തൻ്റെ വേദന മാറ്റിത്തരയണമേ എന്ന് ഇടയ്ക്കിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കൂടി ഇതിലുണ്ട്. നമസ്തേ.